എന്തുണ്ട് വിശേഷം? ക്ലാരയാണേ. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. എന്തായിരുന്നു, അടിച്ചു പൊളിച്ചു എല്ലാവരും? പ്രോഗ്രാംസൊക്കെ കണ്ടോ? ഇപ്പോൾ ഓരോ രാജ്യത്തും ഓരോ ടൈമിലാണല്ലോ ന്യൂ ഇയർ വരിക. ഞാൻ പുറത്തൊന്നും പോകില്ല, മക്കൾക്കൊന്നും സുഖമില്ല അങ്ങനെ. പിന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഫുൾ ബിസി ആയിരുന്നു, മക്കൾക്ക് സുഖമില്ലായിരുന്നു, എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ബിസിനസ്, ജോലി, വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ എല്ലാം നോക്കി നോക്കി ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തതാണ്. അപ്പം എങ്ങനെയുണ്ട്? ന്യൂ ഇയറിൽ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ? ഇനി ഞാൻ ജിമ്മിൽ പോവും എന്നൊക്കെ തീരുമാനിച്ച ആൾക്കാരൊക്കെ കാണും. ഞാൻ കേട്ടിട്ടുണ്ട് ജിമ്മിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ആദ്യത്തെ കുറച്ച്, അതായത് ന്യൂ ഇയർ, ജാൻ, ഫെബ്, മാർച്ച്, ആ ഒരു ഇനീഷ്യൽ മന്ത്സ് അവർ പ്രൈസൊക്കെ കൂട്ടിയിടും. കാരണം നമ്മൾ തീരുമാനം എടുക്കുമല്ലോ, ഈ വർഷം തൊട്ട് ഞാൻ നന്നാവും, ഞാൻ മെലിയും എന്നൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ വർഷം ഇതേമാതിരി തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാവണമല്ലോ, അതൊക്കെ എല്ലാം ചെയ്തോ? അപ്പം എല്ലാ ആരംഭശൂരത്വം എന്ന് പറയും, തുടക്കത്തിൽ ചെയ്യും, എല്ലാവരും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ പിന്നെ അത് നമ്മളങ്ങനെ മടി പിടിച്ചിരിക്കും. അപ്പം എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂ ഇയർ ആകാൻ വെയിറ്റ് ചെയ്യാതെ എല്ലാ ദിവസവും ഉണർന്ന് എണീക്കുമ്പോൾ ആ ദിവസം നമ്മൾ കുറച്ചൊരു ടൈനി ചേഞ്ച് വരുത്തുക. അങ്ങനെ സ്ലോലി നമ്മൾ ഓരോ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ശീലമായിട്ട് മാറും. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലാതെ ന്യൂ ഇയർ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ടെന്നേ. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു കഥ, ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന ഒരു കഥ ഞാൻ പറയുകയാണേ. നമുക്കറിയാം പരുന്തുകളുടെ രാജാവെന്ന് പറയുന്നത് പരുന്താണ് അല്ലേ. അപ്പോൾ പരുന്തിൻ്റെ മുട്ടയല്ലോ, മുട്ട, ഞങ്ങൾ കോഴിക്കോട്ടുകാർ മുട്ട എന്ന് പറയും. അപ്പോൾ കരിന്തല്ല, പരുന്തിൻ്റെ മുട്ട കോഴിയുടെ മുട്ടകളുടെ ഇടയിൽ വന്നു പെട്ടു. കോഴിയമ്മ ഇതറിയാതെ അതിനെ അടയിരുത്തി കോഴി കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അതും വിരിഞ്ഞു. അപ്പോൾ പരുന്തങ്ങനെ ഈ കോഴി കുഞ്ഞുങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഈ പറമ്പിൽ കൂടെയൊക്കെ പോയി തീറ്റയൊക്കെ തേടി അങ്ങനെ നടന്നു. അപ്പം അത് വളർന്നുകൊണ്ടിരുന്നു. അപ്പോൾ വളരും തോറും ഈ പരുന്തിൻ്റെ ചിറകിന് വെയിറ്റൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോഴും പരുന്ത് വിചാരിച്ചു, ഇതെനിക്ക് തോന്നണമായിരിക്കും, ഇത് തന്നെയായിരിക്കും എൻ്റെ ഈ സഹോദരങ്ങൾക്കും തോന്നണത് എന്ന് വിചാരിച്ചു അതെൻ്റെ കഴിവിനെ മനസ്സിലാക്കാതെ ഇങ്ങനെ താഴേക്ക് തന്നെ നോക്കി ഇങ്ങനെ തീറ്റയൊക്കെ തേടി അങ്ങനെ നടന്നു. ഒരാഴ്ച അതിങ്ങനെ തീറ്റ തേടിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയപ്പം ഒരു പരുന്ത് പറക്കുന്നു, ആകാശം മുട്ടെ വലിയ ചിറകുകളോട് കൂടി അത് പറക്കുകയാണ്. അപ്പോൾ അത് വേഗം കോഴിയമ്മയോട് ചോദിച്ചു, അമ്മേ അതെന്ത് ജീവിയാണ് അത്? അപ്പോൾ ആ കോഴിയമ്മ പറഞ്ഞു, അതാണ് പരുന്ത്, പക്ഷികളുടെ രാജാവ്. ഭയങ്കര ശക്തനാണ്, ഭയങ്കര ചിറകുകളൊക്കെ, അത് എത്ര ഉയരത്തിലാണ് പറക്കാന്നറിയോ? നമുക്കൊന്നും ആ കഴിവില്ല, മോൻ തീറ്റ തേടിക്കോ. അപ്പോൾ അത് ഓക്കെ എന്ന രീതിയിൽ അത് തിരിച്ചു പോയി. എന്ത് കഴിവാണ് അതിന് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്ന്, നമുക്കൊന്നും ആ കഴിവ് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അതാ മറ്റ് കോഴി സഹോദരങ്ങളുടെ കൂട്ടത്തിൽ തീറ്റ തേടി അതങ്ങനെ ജീവിച്ച് ചത്തു. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു സ്മോൾ സ്റ്റോറി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഈ ഈ ഒരു പരുന്തിന് സ്വന്തം കഴിവുകളെ ഫസ്റ്റ് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്നാൽ കൂടെയുള്ള കോഴിയമ്മയ്ക്കും അത് തിരിച്ചറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ പറ്റിയിട്ടത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവോ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ തിരിച്ചറിയണം ആദ്യം. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചിലർ, എന്ത് കഴിവ് കെട്ടവനാടാ നീ, കഴിവ് കെട്ടവളാ നീ എന്ന് പറയും. അപ്പോൾ അതൊന്നും കേൾക്കരുത്. നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയേ പറ്റൂ. അപ്പം നമ്മുടെ ഡ്രീംസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നും ഈസി ആയിട്ട് കിട്ടത്തില്ല, എല്ലാം നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കൂടെ നമ്മുടെ ചുറ്റുമുണ്ട്, എന്ത് രസമാണെന്നറിയോ. ഇപ്പോൾ അല്ലാതെ എല്ലാം നെഗറ്റീവ് പറഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ മാറി നിൽക്കണം. നമ്മളെ ദൈവം സൃഷ്ടിക്കുന്നത് ഒരാൾക്ക് കൂടി കഴിവില്ലാതെ സൃഷ്ടിക്കത്തേ ഇല്ല. പാട്ടും ഡാൻസും മാത്രമല്ല കഴിവ്, എന്തോരം കഴിവുകളുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരുടെ സങ്കടത്തിൽ കൂടെ എമ്പതി തോന്നുക, പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, ചെറിയ അതൊക്കെ ഓരോ കഴിവുകൾ തന്നെയാണ്, മാനസികമായ കഴിവുകൾ തന്നെയാണത്. പിന്നെ വരയ്ക്കുക, എന്തൊക്കെ ഇപ്പോൾ എന്തോരം കഴിവുകളുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ ഉണർത്തി മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുത്തി അങ്ങനെ ഒരുമിച്ച് സ്വന്തം ഉയരണം, മറ്റുള്ളവരെ ഉയർത്താൻ അനുവദിക്കുകയും വേണം. അങ്ങനെ ഒരു പരുന്തിനെ പോലെ ആകാശം മുട്ടെ പറക്കാൻ പറ്റണ ആ ഒരു ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ മാറണം. അപ്പോൾ അങ്ങനെ ഒരു ഈ കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറ്റിയല്ലോ, എനിക്കിനി കഴിവൊന്നും ഇല്ലല്ലോ, ചിലതൊക്കെ ട്രൈ ചെയ്തു വീഴും, തോറ്റാലും വീണ്ടും എണീക്കണം. ഇറ്റ്സ് ഓക്കെ, അങ്ങനെയാണ് ലൈഫ്. അപ്പോൾ നമുക്കൊന്നുകൂടെ ശക്തി വരും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഉയർച്ചയിലേക്ക് എല്ലാവരും പോട്ടെ.
ഞാനും പോട്ടെ, നിങ്ങളും പോട്ടെ. അങ്ങനെ നല്ലൊരു വർഷമായിട്ട് ഈ 2026 മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ റോസാഷ് ഫാമിലിയുടെ വകയും എൻ്റെ വകയും എൻ്റെ കുടുംബത്തിൻ്റെ വകയും എല്ലാവർക്കും ഹാപ്പി 2026. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.